ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റീൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഈ ഒരു മുഖം മാത്രമേ വീഡിയോക്കകത്തുള്ളൂ. മറ്റേ മുഖം പോയി, ജോലിക്ക് പോയി, കടയിൽ പോയി. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചായല്ലോ ആക്ച്വലി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷം കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചില ആൾക്കാർ പറയും, നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ ഒന്ന് സ്കിന്നൊക്കെ ശ്രദ്ധിച്ചൂടെ, മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നതോ അങ്ങനെ ശ്രദ്ധിക്കുന്നതോ ആളൊന്നുമല്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുഖത്ത് മൊത്തം എന്താ അറിയില്ല, എൻ്റെ മുഖത്ത് മൊത്തം പാടുകളാണ്. പാടുകൾ ഇൻ ദ സെൻസ് കുറേ കറുത്ത കറുത്ത ഡോട്ട്സ് ഒരുപാട് വരും. പണ്ടൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുറേ ഇങ്ങനെ എന്താ പറയുക, വർഷം കൂടുന്തോറും ഓരോ വർഷത്തിനനുസരിച്ചിട്ട് ഇത്ര വർഷം കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ കുറേ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. നല്ലോണം അധികമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കറൻറ്റ് ഒന്നും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും നല്ല ഹാക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെ പറഞ്ഞു തരും പ്ലീസ്. ഒരുപാട് പാടുകളുണ്ട് മുഖത്ത്, നോക്കൂ. അടുത്ത് നമ്മൾ സൂം ചെയ്താൽ കാണും. കുറേ പണ്ടൊന്നും എനിക്ക് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ കറുത്ത കുത്ത്. കാലാവസ്ഥൻ്റെ ആണോ അല്ല എൻ്റെ ബ്ലഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമാണോ ഒന്നും അറിയില്ല. അതെ, ബ്ലാങ്ക് ആണ്. അപ്പോൾ കമ്മിങ് ടു ദ പോയിൻറ്റ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് സ്കിന്നൊക്കെ കെയർ ചെയ്തങ്ങ് തുടങ്ങാം. ഓക്കെ, ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ പിന്നെ എങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിന്നൊക്കെ കെയർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടി ആയാലും എൻ്റെ കൂട്ടത്തിൽ അത് കുറക്കണ്ട എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് ഡാമൊക്കെ ചെയ്തിട്ട് വരാം. മൊത്തം ഡ്രൈ ആയി കിടക്കുകയാണ്. ഒരുമാതിരി വരണ്ടുണങ്ങിയ ഭൂമി പോലെ കിടക്കുകയാണ്. അപ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വെയിറ്റ് മിനിറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് കഴുകി, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകിയതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചൊന്ന് കഴുകി. എൻ്റെ അമ്മയെ ചാല വെച്ച് കഴിക്കാനല്ല മനുഷ്യനിട്ടാണ്.
ആ തക്കാളിൻ്റെ പണ്ടം മൊത്തം തക്കാളിൻ്റെ പണ്ടം മൊത്തം പുറത്തേക്കൊന്നുമില്ല. ഇത് നന്നായി ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ, സർക്കിൾസ്. പണ്ടൊക്കെ കുറേ ഉറക്കമൊക്കെ കുറച്ച് കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ എഡിറ്റിങ്ങും, ഞാൻ മീഡിയ സ്റ്റഡീസാണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഉറക്കമൊക്കെ കളിച്ചിട്ട് എന്താ പറയുക, ടൈമിന് സബ്മിറ്റൊക്കെ ചെയ്യാനുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന ഡാർക്ക് സർക്കിൾസ് ആണ്. അതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. മറ്റേ ഈ കക്കിരിക്കൊക്കെ ഇടയ്ക്ക് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വിട്ട്. അത് പറഞ്ഞാൽ കെയർ ചെയ്യുന്ന ചില ആൾക്കാർ കെയർ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതായിട്ട് അതിന് പുറകെ ഒന്നും പോകാത്തതുകൊണ്ട് മെനക്കെടാൻ പോയിട്ടില്ല. ഇനിയിപ്പം കുറച്ചൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓരോ ആക്സൊക്കെ ട്രൈ ചെയ്തിട്ട് വല്ലതും വർക്കൗട്ട് ആവുമെന്നൊക്കെ നോക്കണം. മൂക്കിനടുത്തൊക്കെ എനിക്ക് അധികം ഈ മൂക്കിൻ്റെ അടുത്തൊക്കെ എനിക്ക് അധികം തരിതരിയിൽ ഒരുപോലെ നിൽക്കാറുണ്ട്. ഇവിടെയൊക്കെ ആൻസ് ആവുന്ന കുറച്ചൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയിട്ട് എന്താണെന്ന് നോക്കാം. ചീറ്റെത്താൻ ഇത് കഴിക്കാന്നിട്ട് നിങ്ങളൊക്കെ എന്ത് വിചാരിക്കാം അതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് മണി വെച്ച് ഉണങ്ങി ഡ്രൈ ചെയ്തിട്ടൊന്ന് നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് തരാം. ഓക്കെ മുഖമൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന റിക്വസ്റ്റാണ്. ആരെങ്കിലും പറഞ്ഞു തരൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ മടത്തങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനേക്കാളും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്തി പറയുന്നത് വട്ടേവർ. ഞാൻ തിളങ്ങട്ടെ. അപ്പോൾ
അപ്പം ഇനി ചെറിയൊരു ഫേസ് പാക്ക് തന്നെ ഹെയർ പാക്ക് കൂടെ ഒന്ന് ചെയ്താലോ എന്ന് ഇരിക്കുന്നുണ്ട്. മുടിയൊക്കെ എനിക്കറിയില്ല, പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മുടിയൊക്കെ വല്ലാണ്ടങ്ങ് ചീത്തയായി പോവാണ്. പണ്ടത്തെ എൻ്റെ മുടിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ല മുടിയുണ്ട ആളാണ്. ഇപ്പോൾ ഒരുപോലെ മുടിയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഓരോന്നൊക്കെ ചെയ്തിട്ടൊന്ന് മുടിയൊക്കെ നന്നാക്കി എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നത്. നന്നാവില്ല ആർക്കറിയാം, ചെയ്ത് നോക്കാമല്ലോ. ഉത്തരവാദിത്തമാണല്ലോ. എനിക്ക് ഉത്തരവാദിത്തം, പിന്നെ വേറെ ആർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പാർട്ട് 2 ഹെയർ പാക്ക് ചെയ്യുമല്ലെന്നറിയില്ല, മടി പിടിച്ച് ഞാൻ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ പാർട്ട് 2 ഒന്നും ഉണ്ടാവില്ല, ഒന്നും തോന്നരുത്. മടി കുറച്ചധികമുള്ള ആളാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.